ഏ ആ അത് ക്യാബേജോ കോളിഫ്ലവറോ എന്തൊക്കെ ഉണ്ട് അവിടെ ഒക്കെ. ക്യാരറ്റും ഉണ്ട്. ആ ഇതിന്റെ ഇല ഉപ്പേരി വെക്കാൻ നല്ലതത്രേ. ആ ആ അത് ഞാനത് ഒരു ലേശം എടുത്ത് വെക്കണോ. ചക്കരവള്ളി വിളവെടുപ്പ്. ആ അതാ ഉണ്ട് കേട്ടോ. അല്ല ഒന്നുമില്ല, നമ്മളൊരു വളമില്ലാണ്ട് ഉണ്ടാക്കുന്ന സാധനമല്ലേ. ഞാൻ സുന്ദരിയും കൂടി അന്ന് കപ്പ പറിച്ചു കേട്ടോ. എന്നിട്ട് മൊത്തം പിന്നെ നേരെ അടുപ്പത്തേക്ക് ഇടേണ്ട ഭാഗമായി. അങ്ങനെ വെട്ടിക്കൂട്ടി ഞങ്ങൾ. അതൊന്ന് ഞാൻ കളയ്ക്കാം. വേണ്ട വേണ്ട വെള്ളം പാടില്ല അല്ലേ. ഈ കപ്പയിൽ പിടിക്കുന്ന എന്തിനെ മണ്ണ് ചക്കരക്കിഴങ്ങിൽ പിടിക്കില്ല. നിങ്ങളവിടേക്കൊക്കെ എന്താ പറയുക, ചക്കരക്കിഴങ്ങ്, ഉപ്പ്, എന്താ പറയുക, മധുരക്കിഴങ്ങ് അങ്ങനെയൊക്കെ പറയും. പിന്നെ പല പേരുകളുണ്ട്. ഞാനാണ് കളച്ചെടുത്തത് എന്നുള്ളതുകൊണ്ട് കേട്ടോ ഇവിടെയൊക്കെ കണ്ട അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഇതുകൊണ്ടൊരു സൂത്രം കാണിച്ചു തരാം. നമ്മളത് എന്താ ചെയ്യാൻ പോകണത്, അത് നമസ്കാരം പറയണ്ടേ അല്ലേ. നമസ്കാരം. നെല്ലേടത്ത് അടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കരക്കിഴങ്ങ് ആണിത്. ഇത് നമ്മൾ ചുടാൻ പോവാണ് കേട്ടോ. ചുട്ടിട്ട് എനിക്കൊരു കോമ്പിനേഷൻ ഉണ്ട്, അതും കൂടെ കാണിച്ചു തരേ. നമ്മൾ ചിലപ്പോൾ നമുക്ക് ഒന്ന് ഇലക്കഷ്ണത്തിൽ പൊതിയാം. സാധാരണ കപ്പയൊക്കെ ഇങ്ങനെ ചൂടും കേട്ടോ, നല്ല സ്വാദാണ്. പക്ഷെ ഇത് ചൂടുമ്പോൾ നമ്മൾ കപ്പ നേരിട്ടിട്ട് ചൂടാം, കുഴപ്പമില്ല. ഇത് ചൂടുമ്പോൾ ഒന്ന് ഒരു ഇലക്കഷ്ണത്തിൽ ഇങ്ങനെ പൊതിയണതാണ് നല്ലത്. ഓരോന്നൊരു പൊതിയാം അല്ലേ. അത് ചിലപ്പോൾ വെന്തില്ലെങ്കിലോ നല്ലോണം വേവണം. ഒന്നായി ആയിട്ട് നമുക്ക് പൊതിയാം, അത് നല്ലത്. അതിൻ്റെ ചിലപ്പോൾ വേവാതിരിക്കാനൊരു സാധ്യത കാണാനുണ്ട്. ഒന്നിങ്ങനെ കെട്ടി വെക്കുക. ഇതൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. എന്താ പറയുക, ഇലച്ചീന്തൊക്കെ കരിഞ്ഞു പോവും. ഇത് നമുക്ക് ചുട്ടെടുക്കാനുള്ള സാധനം കേട്ടോ. ഇതാണ് ചുട്ടെടുത്തിട്ട് ആ കണലിൽ മറ്റേതും കൂടി ചൂടാടാമെന്ന് വിചാരിച്ചു. ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. ഇത് പിരിയമുളകാണ്. നല്ല എരിവ് വേണ്ടവർ സാധാരണ മുളക് എടുത്തോളൂ കേട്ടോ. ഇത് വല്ലാണ്ട് എരിവില്ലേ. മുളക് ചുട്ടിട്ടേ അത് കയറിയിട്ട് വയ്യാം. അപ്പോൾ നമുക്കൊരു ലേശം ചകിരി വയ്ക്കാം. ഇതിന് കപ്പയുടെ അത്ര തന്നെ വേവില്ല, അതുകൊണ്ട് വെല്ലാണ്ട് വെന്ത് മയക്കണ്ട. എന്നുവെച്ചാൽ വെല്ലാണ്ട് കണൽ വേണ്ട. ഇനി നമുക്ക് ഈ കെട്ടി വെച്ചത് ഇങ്ങനെ അടുക്കി അടുക്കി വീട് വയ്ക്കാം. അപ്പോൾ അതവിടെ കിടന്ന് വെന്തോളും. വെള്ളം പിടിച്ച കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചൂടാകുക അത്രയേ ഉള്ളൂ.
ഈ മുളകൊക്കെ ഒന്ന് കുത്തിച്ചതക്കണം വരട്ടെ. അപ്പോഴേക്കും അതാവട്ടെ പതുക്കിയിരുന്നിട്ട്. ചൂടാവുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താലൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം എനിക്കട്ടെ നോക്ക്. അപ്പം നോക്കിയോട്ടെ കേട്ടോ എന്താ ഈ അവസ്ഥ എന്നുള്ളത്. എന്താണ് ഓരോന്നായിട്ട് ഇങ്ങനെ ആദ്യം വിളിക്കട്ടെ. എന്തായി നോക്കട്ടെ, വെന്തുണ്ടോ നോക്കട്ടെ. ചെന്തിൻ്റെയൊക്കെ കുപ്പായം പോയണോ. അതല്ല ചകിരിയാണ്. കഴിഞ്ഞോ? ഇത്രയല്ലല്ലോ ഉള്ളൂ. കഴിഞ്ഞു അതല്ലേ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ കേട്ടോ. വെന്തിരിക്കണം കേട്ടോ. കണ്ട അങ്ങനെ അമങ്ങണത് അറിയണ്ട. എന്താ ഇങ്ങനെ ഒരു പൊളിച്ച ചൂടുണ്ട്. അങ്ങനെ കിട്ടണം. കണ്ടോ? അമ്മ ഈ ചൂട് എടുക്കണം കേട്ടോ. ചൂടാ. കരിഞ്ഞത് തിന്നണ്ട കേട്ടോ. കരിഞ്ഞത് തിന്നരുത് എന്നൊക്കെ കമൻറ്റ് വരും. അത് ശരിയാണ്, കരിഞ്ഞത് തിന്നണ്ട. ഈ മുളകൊന്ന് കുത്തട്ടെ കേട്ടോ. നല്ല നീളമുള്ള മുളക്, അതുകൊണ്ടാണ് ഞാൻ കത്രികയൊക്കെ ഇട്ട് മുറിച്ചിട്ട് ഇടിക്കണത്. മിക്സിയിൽ ഇടിച്ചാലും മതി, പൊടിച്ചാലും മതി, എങ്ങനെയും കുഴപ്പമില്ല. കൈ കൊണ്ട് പൊടിച്ചാലും മതി. ഞാൻ ഇടിക്കുക കൈ കൊണ്ട് പൊടിക്കുമ്പോൾ എന്താ വെച്ചാൽ അത്രയും ചുട്ട് കയറുകയും. അത് വേറെ ഒന്നുമില്ല കേട്ടോ, മുളക് മാത്രം, ചുട്ട മുളക്. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്കരക്കിഴങ്ങ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഒരു നുള്ള് ഉപ്പ് ഇങ്ങനെ വിതറട്ടെ. എന്നിട്ട് ഒരു ലേശം എരിവിന്, ഇത് പിരിയമുളകാണ്, വലിയ എരിവില്ല എന്നാലും എരിവില്ല ഒന്നുമില്ല. ഇതും കൂടെ മിക്സ് ചെയ്യുക. എനിക്ക് വല്ലാണ്ട് മുളക് ഇടാൻ പേടി കേട്ടോ. ഞാൻ അത്ര മുളക് പ്രാന്തിയല്ല. സ്വാദിഷ്ടമാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി ഇതാണ് കഴിക്കുക. അപ്പോൾ ഇതാണ് കഴിക്കണം. ഇതിനൊരു ചെറിയ മധുരമുണ്ട് ചക്കരക്കിഴങ്ങിന് കേട്ടോ. അതിൻ്റെ മധുരവും ഉപ്പും എരിവും കൂടി അടിപൊളി. എനിക്കത് വേവിച്ചതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ. പിന്നെ ഇതിങ്ങനെ ചുടണതിന് എന്താ പറയുക, എന്താ ഗ്രില്ല് ചെയ്യേ അല്ല അല്ലേ, ക്യാമ്പ് ഫയർ. മിണ്ടണല്ലേ കേട്ടോ, ശബ്ദം കേട്ടാൽ വെച്ചിട്ട് മിണ്ടാത്ത. മോനാണ് വീഡിയോ എടുക്കണേ. അവൻ ചോദിക്കുമ്പോൾ ഉത്തരം പറയണ്ടേ. ഗ്രില്ല് 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 അതന്നെ. അല്ലെങ്കിൽ തീയിട്ട് കൂട്ടിയിട്ട് അതിൽ എന്നാ. അപ്പോൾ ചക്കരക്കിഴങ്ങ്, അതായത് മധുരക്കിഴങ്ങ് കപ്പയേക്കാൾ ഇവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ സാധനം, ഷുഗറുകാർക്കൊക്കെ. ഇതിലിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇല്ല, ആവിയിലല്ല ചെയ്തിരിക്കുന്നത്, ചുട്ടിരിക്കുകയാണ്. നുള്ളിപ്പിട്ടുണ്ട്. ഇതിന് മുളകുണ്ട്. ഇനി ഇതൊന്നും വേണ്ട, വെറുതെ വേവിച്ച് ഉപ്പൊന്നും ഇടാണ്ട് കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. നല്ല സുഖം. പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ എന്താ പറയുക, ഇത് കൊണ്ടുവന്നാൽ അവിടെ ഷൊർണൂരാകുമ്പോൾ വീട്ടിൽ നമ്മളെ അടുപ്പിലിട്ടിട്ട് അങ്ങനെ പൊട്ടിച്ചിട്ട് അതങ്ങനെ പൊളിച്ച് തിന്നും. നല്ല സ്വാദാ. തൊടിയിൽ നിന്ന് കിട്ടണമെന്നാണ് എനിക്കറിയില്ല കേട്ടോ, ഒന്നും ഓർമ്മയില്ല. അവിടെ കൃഷി ചെയ്തായിരുന്നു എനിക്കറിയില്ല. എന്നാലും നല്ല ടേസ്റ്റാണ്.